ഹലോ, നോമ്പൊക്കെ വരാനായതുകൊണ്ട് തന്നെ ഇന്ന് ജീരകക്കഞ്ഞിയുടെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ചെറിയ അരിയാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ അരിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് മട്ടരിയോ ബിരിയാണി അരിയോ യൂസ് ആക്കാം. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കഞ്ഞിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും കഞ്ഞിയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ചെടുത്ത തേങ്ങ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വല്ലാണ്ട് തിളച്ച് മറിയേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം. ഇതിൽ വറവിട്ട് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യിൽ കുറച്ച് ചെറിയുള്ളി ഇതുപോലെ മൂപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് വേണ്ടാത്തവർക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജീരകക്കഞ്ഞി അഥവാ നോമ്പ് കഞ്ഞിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.